സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ 94ാമത് എപ്പിസോഡിൽ ഗുരുകുലം വേഴ്സസ് കോൺവെന്റ് ചലഞ്ച് മത്സരങ്ങളാണ് നടന്നത്. വേൾഡ് കപ്പിന്റെ മോഡലിലാണ് ഈ ഒരു ഷോ നടക്കുന്നത്. ഈ ആഴ്ച പോർച്ചുഗൽ വേഴ്സസ് ജർമ്മനി മത്സരമാണ് നടന്നത്. പോർച്ചുഗൽ ജേഴ്സിയിൽ ഗുരുകുലവും ജർമ്മനി ജേഴ്സിയിൽ കോൺവെന്റ് സ്കൂളുമായിരുന്നു ഉണ്ടായിരുന്നത്. വേൾഡ് കപ്പിന്റെ ആവേശം സ്റ്റാർ സിംഗറിലൂടെ എത്തിക്കുകയാണ് ഇതിലൂടെ. മാച്ച് റഫറി ആയിട്ട് നമ്മുടെ ചിത്രരചി ഉണ്ടായിരുന്നു. ആര് ഫൗൾ ചെയ്താലും കൊടുക്കാൻ യെല്ലോ കാർഡും റെഡ് കാർഡൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഫൗൾ ചെയ്താൽ അടിക്കാനുള്ള വിസിലും കയ്യിലുണ്ടായിരുന്നു. ഗുരുകുലം വേഴ്സസ് കോൺവെന്റ് ചലഞ്ചിൽ അർജുനായിരുന്നു ആദ്യം പാടാൻ എത്തിയത്. അഷ്ടപതി എന്ന ചിത്രത്തിൽ ദാസേട്ടൻ പാടിയ വിണ്ണിൻ്റെ വിരിമാറിൽ എന്ന സോങ് മനോഹരമായി പാടി അർജുൻ. ഇതുവരെ 13 ഗോൾഡൻ സ്റ്റാർസ് നേടിയ അർജുൻ ഈ പെർഫോമൻസിൽ 99.5 മാർക്ക് നേടി. റാങ്ക് ടേബിളിൽ 5ാം സ്ഥാനത്താണ് അർജുൻ ഇപ്പോൾ നിൽക്കുന്നത്. അടുത്തത് ഗുരുകുലം വേഴ്സസ് കോൺവെന്റ് സോളോ ചലഞ്ചിൽ മത്സരിക്കാനെത്തിയത് ദിൽരാജ് ആണ്. കർമ്മയോഗി എന്ന സിനിമയിലെ ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി എന്ന ഗാനമാണ് അർജുൻ പാടിയത്. അനൂപ് ശങ്കർ പാടി ഹിറ്റാക്കിയൊരു ഗാനമാണ്, വൈറൽ സോങ് ആണ്. ഇതുവരെ 10 ഗോൾഡൻ സ്റ്റാർസ് ലഭിച്ച ദിൽരാജിന് ഈ ഒരു പെർഫോമൻസിന് 99 മാർക്കാണ് ലഭിച്ചത്. നല്ല രീതിയിൽ ദിൽരാജിന് പാടാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത്. റാങ്ക് ടേബിളിൽ ഏറ്റവും പുറകിൽ തന്നെയാണ് ഇപ്പോഴും ദിൽരാജ് നിൽക്കുന്നത്. ഒരു ഡേഞ്ചർ സോൺ കൂടിയാണത്. പിന്നീട് നടന്നത് ഫുട്ബോൾ ടൈമായിരുന്നു. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ പറയുകയായിരുന്നു. ഗുരുകുലം വിജയിച്ചു ആ മത്സരത്തിൽ. അതിൻ്റെ ഇടയിൽ കണ്ണൂർ ഷെരീഫിനും സിജോയ്ക്കൊക്കെ ചിത്രശേഷി യെല്ലോ കാർഡും കാണിക്കുകയുണ്ടായി. അടുത്തത് ഒരു ഡ്യുയറ്റ് പെർഫോമൻസ് ആയിരുന്നു. പാടാൻ സൂര്യനാരായണനും വിധുരാജുമാണ് എത്തിയത്. ചമയം എന്ന സിനിമയിലെ അന്തിക്കടപ്പുറത്ത് എന്ന ഗാനമാണ് രണ്ടുപേരും മത്സരിച്ച് പാടിയത്. നല്ല എനർജറ്റിക്കായി രണ്ടുപേരും പാടി. ഇതിൽ വിധുരാജിനും സൂര്യനാരായണനും ഒരേ മാർക്കാണ് ലഭിച്ചത്. 99.5 മാർക്ക് ലഭിച്ചു. ഗോൾഡൻ സ്റ്റാർസ് ലഭിക്കേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്. എന്നാൽ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ലഭിച്ചില്ല. റോഡ് ടു ഫിനാലെ മത്സരങ്ങളായതുകൊണ്ടാണ് കൊടുക്കാത്തതെന്നും ചിത്രശേഷി പറയുകയുണ്ടായി. സ്റ്റാർ സിംഗർ സീസൺ 10-നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.